Good morning, ma'am. Good morning. Good morning, all. Good morning. Good morning. Good morning, ma'am. Good morning. Good morning. കഴിഞ്ഞ ദിവസം എടുത്തതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുള്ളൂ. വായിച്ചു നോക്കിയൊന്ന്. കഴിഞ്ഞ ദിവസം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? നമ്മ ഹോസ്പിറ്റൽ വാർഡാണല്ലേ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്കത് ബാക്കി എടുക്കാം. നമ്മ പറഞ്ഞിരുന്നത് ഹോസ്പിറ്റൽ വാർഡ് എന്താണ്, ഡെഫിനിഷൻ, പിന്നെ എന്തൊക്കെ ഒരു ഹോസ്പിറ്റൽ വാർഡിലെ പർപ്പസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് വാർഡുകൾ ഉണ്ട്, പിന്നെ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്സ്, അത്രയാണ് പറഞ്ഞിരുന്നത്. ഇനി ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്, എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ്, ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡില്, അതെല്ലാം ഇപ്പൊ ഹോസ്പിറ്റലിലെ ആയാലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് പോളിസീസ് ഒക്കെ ഉണ്ടല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പോളിസീസും പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്, നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം ഒരു ഹോസ്പിറ്റൽ വാർഡിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദി വാർഡ്. എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡിലെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ചുമതലകൾ ഉണ്ടെന്നുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ വാർഡിലെ എന്തൊക്കെ ചുമതലകളെ കുറിച്ച്, ഹോസ്പിറ്റൽ വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. എന്താണ് ഓരോ ദിവസവും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ആ ഹോസ്പിറ്റലില് രാത്രി വരെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഉള്ള അറിവുണ്ടായിരിക്കുക. ബിഗിനിങ്
ദ ഡേ ഓൺ എ ടൈം എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡിൽ എപ്പോഴാണ് തുടങ്ങേണ്ടത് ആ സമയത്ത് തന്നെ. ഇപ്പൊ നമുക്കൊക്കെ അറിയാം അല്ലെ, നമുക്ക് ഒരു ഹോസ്പിറ്റൽ ആരെങ്കിലും അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ രാവിലെ മുതൽ അല്ലെ ഒരു 6 മണി ആകുമ്പോഴേക്കും നേഴ്സ് സിസ്റ്റർമാർ വരും. എന്നിട്ട് നമ്മളെ വിളിച്ചും കണ്ടിട്ട് നമുക്ക് കഴിക്കാനുള്ള ഗുളികകൾ അല്ലെങ്കിൽ എണീച്ച് ഫുഡ് കഴിക്കുക, എന്നിട്ട് മരുന്ന് കഴിക്കാൻ പറയും അല്ലെ. ഫുഡ് കഴിച്ചിട്ട് അതിന് എടുത്തു തരും. അതല്ലെങ്കിൽ നമ്മുടെ ബിപിയോ ടെമ്പറേച്ചറോ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടെങ്കിൽ അത് നോക്കും. അങ്ങനെ എന്താണ് ഓരോ ദിവസവും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സമയത്ത്, ആ കറക്റ്റ് സമയത്ത് തന്നെ ഡ്യൂട്ടീസ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പ്രിവെന്റിംഗ് ഇന്റർപ്രിട്ടേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻസ്. എന്താണ് ഒരു വാർഡിൽ നടക്കുന്ന ദിനചര്യങ്ങള്, ഒരു വാർഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ദിനചര്യകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുക. ഇത് നമുക്ക് തന്നെയായിരിക്കും. നമുക്ക് തന്നെയാണെങ്കിൽ രാവിലെ മുതൽ എണീച്ചത് മുതൽ നമുക്ക് ഉണ്ടാവില്ല ഒരു ഡെയിലി റുട്ടീൻസ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? രാവിലെ എണീക്കുക, പല്ല് ബ്രഷ് ചെയ്യുക, കുളിക്കുക, അങ്ങനെയുള്ള നമുക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള ഡെയിലി റുട്ടീൻസിന് എന്തെങ്കിലും ഇന്റർപ്രിട്ടേഷൻസ് തടസ്സങ്ങൾ ഉണ്ടാവുക. ചാപ്റ്റർ നമ്പർ 10 ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ ശബന, അങ്ങനെ റെക്കോർഡഡ് ക്ലാസ് കേട്ടാൽ മതി. വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഉണ്ടെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യണ്ട കേട്ടോ. പിന്നെ റെക്കോർഡഡ് ക്ലാസ് കേട്ടാൽ മതി. നെക്സ്റ്റ്, യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. എന്താണ് ഒരു ഹോസ്പിറ്റലിലെ വാർഡ് പോളിസീസുകളൊക്കെ, വാർഡ് പദ്ധതികൾ, വാർഡിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ് ആയിരിക്കുക. ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാല് അതിലെല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പൊ പേഷ്യന്റിനെ ആയാലും നേഴ്സിനെ ആയാലും ഡോക്ടേഴ്സിനെ ആയാലും ഓൾ സ്റ്റാഫ്. എന്താണ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ വാർഡിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്നത്? പേഷ്യൻസ് ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും, നേഴ്സസ് ഉണ്ടാവും അല്ലെ, ഡോക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയ വാർഡ് പോളിസീസ് ആയിരിക്കും കൊണ്ടുവരേണ്ടത്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ് ഹോസ്പിറ്റൽ വാർഡിലെ ഡ്യൂട്ടീസിലെ പുതിയ സ്റ്റാഫുകളെ, പുതിയ മെമ്പേഴ്സിലെ ആഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ അവരുടെ അനുസരിച്ച് ഡ്യൂട്ടീസിലൊക്കെ ചേഞ്ചസ് വരുത്തില്ലേ, പരിഷ്കരണം വരുത്തുക. ഇപ്പൊ രാവിലെ ഇത്ര പേർക്ക് ഡ്യൂട്ടി വാർഡിൽ ഇത്ര പേർക്ക് 3 പേർക്കായിരിക്കും ഡ്യൂട്ടി. പക്ഷെ പുതിയ നഴ്സുമാര് വരികയാണെങ്കിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ടൈമിങ്ങും അവരുള്ള ഹോസ്പിറ്റൽ വാർഡിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ്, മെയിൻ്റെനൻസ് ഓഫ് സൂട്ടബിൾ എൻവിയോൺമെന്റ്. എന്താണ് നല്ല രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ഉണ്ടായിരിക്കണം. മെയിൻ്റെനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവിയോൺമെന്റ്, നല്ല രീതിയിൽ എന്താണ് ഒരുപാട് നോയിസ്നെസ് സൗണ്ടുകൾ ഇല്ലാതെയും പിന്നെ അവിടെയുള്ള നഴ്സുമാർ വരുന്നതായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം പേഷ്യൻസിനും സ്റ്റാഫുകൾക്ക് ലഭിക്കേണ്ടത്. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എഫിഷ്യന്റ് വർക്ക്. എന്താണ് നല്ല കാര്യക്ഷമമായ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുക. എക്യുപ്മെന്റ്സും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളും മെഡിസിൻസ് ആയാലും വാർഡിലേക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സും റിസോഴ്സസ് ഒക്കെ നല്ല രീതിയിൽ നല്ല എഫിഷ്യന്റ് വർക്ക് നടത്തുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള സപ്ലൈസ് ഉണ്ടായിരിക്കുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. എന്താണ് ഇപ്പൊ ഡോക്ടേഴ്സിന്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അതല്ലെങ്കിൽ നഴ്സുമാരുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. ക്ലിയർ കട്ട്സ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. ഇപ്പൊ നഴ്സുമാര് പേഷ്യൻസിനോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയണം ഇപ്പൊ മെഡിസിൻസ് കഴിക്കേണ്ട രീതികളെ കുറിച്ചോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതിനെ കുറിച്ചോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് നല്ല രീതിയിൽ കൊടുക്കുക. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. എന്താണ് ഒരു വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന വാർഡിൽ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെ കൃത്യമായ രേഖകള് ഉണ്ടായിരിക്കണം. മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ് ഈ മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ
എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്, ഈ ഹോസ്പിറ്റലിലെ വാർഡിലുള്ള മെമ്പേഴ്സ്, സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നഴ്സുമാര്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്ക് അവർക്ക് എന്താണ് ഹൈ മോറൽ ആയിരിക്കണം, നല്ല മനോവീര്യം, നല്ല എന്താണ് ചിലപ്പോ പേഷ്യൻസിന് അവിടെയുള്ള പേഷ്യൻസിന്റെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല, ചിലപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിലാ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് എപ്പോ എങ്ങനെ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല മനോവീര്യമുള്ള ഉണ്ടായിരിക്കണം അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. എങ്ങനെ ഏത് സിറ്റുവേഷനിൽ ഏത് നേരത്തും ഏത് സിറ്റുവേഷനും ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റാഫുകളായിരിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്, എന്താണ് ഈ വാർഡുകളിലായാലും ഈ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലായാലും ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ എന്താണ് വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായി ഒരു റിലേഷൻ ഉണ്ടാവണം അല്ലെ. ഈ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് മെഡിസിൻസ് ആവശ്യം ഉണ്ടാവും, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും സ്കാനിങ്ങുകളോ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വരും, എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് അവർ തമ്മിൽ ഒരു വാർഡിലെ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രവർത്തനം തമ്മിൽ എന്താണ് ഒരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, എന്താണ് ഓരോ റെസ്പോൺസിബിലിറ്റി, എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡിലെ നഴ്സുമാർക്ക് എന്താണ് ഒരു പ്രതിനിധി ഉണ്ടാവും അല്ലെ, ഒരു ഹെഡ് ഉണ്ടാവും. ആ വാക്കുകള് അവർ ഏത് സമയത്ത് എങ്ങനെ ചെയ്യേണ്ടത്, അവർക്കൊരു ഗുഡ് ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ പേഷ്യൻസിന് എന്ത് മരുന്നുകളാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു പ്രതിനിധി ഉണ്ടാവും അല്ലെ, ഒരു ഡെലിഗേഷൻ സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. വെൽ പ്ലാനഡ് അസൈൻമെന്റ്, എന്താണ് ഓരോ അസൈൻമെന്റുകളും, അതായത് അസൈൻമെന്റുകൾ എന്ന് പറയുന്നത് വാർഡിൽ എന്തായിരിക്കും മരുന്നുകൾ കൊടുക്കുക, പേഷ്യൻസിനെ കെയർ ചെയ്യുക, അങ്ങനെയുള്ളത്. ഡെലിഗേഷൻ എന്ന പ്രതിനിധി, അങ്ങനെയുള്ള വെൽ പ്ലാനഡ് ആയിരിക്കണം ഓരോ കാര്യങ്ങളും. ഹോസ്പിറ്റൽ വാർഡിൽ നമുക്ക് വാർഡാണ് പഠിക്കുന്നത് അല്ലെ, അപ്പൊ വാർഡിലെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും വെൽ പ്ലാൻഡ് ആയിരിക്കണം എന്ന്, അസൈൻമെന്റുകളെ കുറിച്ച്, അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്, മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ച്, ഒരു പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം എന്ന്. വെൽ അറേഞ്ച്മെന്റ് ടൈം ഫോർ പേഴ്സൺ, എന്താണ് ഓരോ ആളുകൾക്കും പേഴ്സൺസിനെ, ഇപ്പൊ വാർഡിലെ പേഴ്സൺസ് ആരായിരിക്കും, ഡോക്ടർ, നേഴ്സ് അങ്ങനെയുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അവർക്കൊക്കെ എന്താണ് വെൽ അറേഞ്ച്ഡ് ടൈം കൊടുത്തിട്ടുണ്ട്, ക്രമീകരിച്ച് സമയം കൊടുത്തിട്ടുണ്ടാവുന്നു. ഇപ്പൊ രാവിലെ ഇത്ര മണി മുതൽ, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഡ്യൂട്ടി, ഇന്ന ടൈമില് വാർഡിൽ പോയി പേഷ്യൻസിനെ കെയർ ചെയ്യുക, അവരുടെ ടെമ്പറേച്ചർ, BPs അത് ചെക്ക് ചെയ്യണം. രാവിലെ ഒരു 7 മണിയാകുമ്പോ പോയി വാർഡിലെ ആർക്കാണ് പേഷ്യൻസിനുള്ള മരുന്നുകൾ എടുത്തു കൊടുക്കണം. അങ്ങനെയുള്ള വെൽ പ്ലാൻ അറേഞ്ച്മെന്റ് ടൈം കൊടുത്തിട്ടുണ്ടാവണം. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, നല്ല രീതിയിലുള്ള ടീച്ചിങ്ങും മേൽനോട്ടവും. ഹോസ്പിറ്റലിലെ എന്താണ് ഓരോ ഹെഡ് ഉണ്ടാവും, സ്റ്റാഫ് മെമ്പേഴ്സിന് ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെന്താണ് നല്ല രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ ചെയ്യുക. ഈ ഹോസ്പിറ്റലിലെ നഴ്സുമാര് അല്ലെങ്കിൽ വാർഡിലെ സ്റ്റാഫുകള് അവരുടെ വർക്കുകള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സൂപ്പർവിഷൻ ഉണ്ടാവും, ചെയ്യാം. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻവോൾവഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്, ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്, എന്താണ് ഹോസ്പിറ്റൽ വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്, അതല്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അങ്ങനെയുള്ളത് ഫോളോ ചെയ്യുക. പ്രോട്ടോകോൾസ്, നടപടിക്രമങ്ങള് ഫോളോ ചെയ്യുക. നെക്സ്റ്റ്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദി വാർഡ്, വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡ്യൂട്ടീസിനെ കുറിച്ച്, കടമകളെ കുറിച്ച്, ചുമതലകളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക. എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്, എന്താണ് ഓരോ ദിവസം ചെയ്യേണ്ട വർക്കിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ബിഗിനിങ് ഓഫ് ദ ഡേ ഓൺ എ ടൈം, എന്താണ് ഹോസ്പിറ്റൽ വാർഡിലെ പ്രവർത്തനം എപ്പോൾ തുടങ്ങണം ആ സമയത്ത് തന്നെ തുടങ്ങുക. പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻസ്, എന്താണ് വാർഡിലെ ദിനചര്യകള്, വാർഡിലെ
ഡെയിലി ചെയ്യുന്ന ഡെയിലി റുട്ടീൻസിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുക. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. വാർഡിലെ പദ്ധതികള് പോളിസീസില് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ്, എന്താണ് എല്ലാവരെയും കൂടി വാർഡിലെ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഡെമോക്രാറ്റിക് വാർഡ് പോളിസി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്, എന്താണ് പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനെ വാർഡിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വാർഡിലെ പ്രവർത്തനങ്ങള് അതിനുള്ള ടൈമുകള് പരിഷ്കരണം നടത്തുക. മെയിൻ്റെനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്, എന്താണ് നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുക. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്, എന്താണ് വാർഡിലെ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല രീതി കാര്യക്ഷമമായിട്ടുള്ള വർക്കിന് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സും സപ്ലൈസും ഇപ്പൊ റിസോഴ്സിന്റെ സപ്ലൈസും നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ, എന്താണ് ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരെയും നിർദ്ദേശങ്ങള് നല്ല രീതിയിൽ പേഷ്യൻസിന് മനസ്സിലാക്കി കൊടുക്കുക. ആക്യുറേറ്റ് ഫുൾ റെക്കോർഡ്സ്, എന്താണ് നല്ല രീതിയിലുള്ള ആക്യുറേറ്റ് ആയ കൃത്യമായ റെക്കോർഡ്സുകള് റിപ്പോർട്ട് ചെയ്യുക. പേഷ്യൻസിനെ കുറിച്ചുള്ള കൃത്യമായ റെക്കോർഡ് സൂക്ഷിക്കുക. മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്, എന്താണ് വാർഡിലെ എല്ലാ മെമ്പേഴ്സിനും നല്ല മനോവീര്യം ഉണ്ടായിരിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്, എന്താണ് വാർഡിലെ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് അസോസിയേറ്റ്സുമായിട്ടുള്ള പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, എന്താണ് പ്രതിനിധി ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ എന്താണ് ഓരോ ഡ്യൂട്ടീസും ചെയ്യുന്നതിനായിട്ട് അത് മേൽനോട്ടം ചെയ്യുന്നതിനായിട്ട് ഒരു പ്രതിനിധി ഉണ്ടായിരിക്കുക. അവരെന്താണ് ഓരോ റുട്ടീൻസും നല്ല ഇപ്പൊ ക്ലീനിങ്ങിലാണെങ്കിൽ എന്താ 2-3 പേര് വന്നിട്ടായിരിക്കും അല്ലെ വാർഡ് ക്ലീൻ ചെയ്യുക. അപ്പൊ അതെന്താണ് നല്ല രീതിയിൽ ചെയ്യണം. അപ്പൊ ഒരു ഹെഡ് ഉണ്ടായാലല്ലേ അത് നല്ല രീതിയിൽ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നഴ്സുമാർക്കും എന്താണ് ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ വാർഡില്. അവരും നഴ്സുമാരുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു ഡെലിഗേഷൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. വെൽ പ്ലാനഡ് അസൈൻമെന്റ്, എന്താണ് നല്ലവണ്ണം ആസൂത്രണം ചെയ്ത അസൈൻമെന്റുകൾ, എന്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനെ കുറിച്ച് മരുന്ന് കൊടുക്കുന്നതിനായാലും എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്നതിനായാലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സൺസ്, എന്താണ് പേഴ്സണൽ ഓരോരുത്തർക്കും ടൈമിങ് നല്ല ക്രമീകരിച്ച് സമയം ഉണ്ടായിരിക്കും. ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് ടൈം ഉണ്ടായിരിക്കുക. എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് അതല്ലെങ്കിൽ അവർക്കൊക്കെ എന്തായാലും രാവിലെ 10 മണി അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും അല്ലെ ഡോക്ടർ വന്ന് വിസിറ്റ് ചെയ്യണത്. കറക്റ്റ് ടൈം ഉണ്ടായിരിക്കും. ആരെങ്കിലും അഡ്മിറ്റ് ആക്കി അവര് പറയല്ലേ ഡോക്ടർ ഇത്ര മണിക്ക് റൗണ്ട്സിന് വന്നാലാ നമുക്ക് എന്താണെന്ന് വിവരം അറിയാൻ പറ്റുള്ളൂ. ടെസ്റ്റുകൾ നോക്കി ചെയ്തതിന്റെ റിപ്പോർട്ടൊക്കെ നോക്കി ഡോക്ടർ പറയുന്നു. അതേപോലെ വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, എന്താണ് നല്ല രീതിയിലുള്ള ടീച്ചിങ്ങും മേൽനോട്ടവും, എന്താണ് ഓരോ വർക്കുകളും ചെയ്യുന്നതിനെ കുറിച്ച് നല്ല രീതിയിൽ സൂപ്പർവിഷൻ ചെയ്ത് നല്ല രീതിയിൽ കാര്യക്ഷമമായി എഫക്റ്റീവായി ഓരോ സ്റ്റാഫുകളും കൊണ്ട് അവരുടെ വർക്കുകള് ഡ്യൂട്ടീസ് ചെയ്യിക്കുക. ക്ലിയർ ആയോ? അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്, എന്താണ് ചില സമയത്ത് വാർഡിലെ ഇപ്പൊ എന്താണ് ഓരോ ദിവസവും തലേ ദിവസമൊക്കെ പറയും വാർഡിൽ ഇന്ന് ഇത്ര പേരാണ് ഡ്യൂട്ടീസിൽ എന്നൊക്കെ അവര് അതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചില ദിവസങ്ങളിൽ ആരെങ്കിലും പുതുതായിട്ട് ന്യൂ സ്റ്റാഫുകളെ ന്യൂ മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്താൽ എന്താ അവരെയും കൂടി ഉൾപ്പെടുത്തിങ്ങാണ്ട് ഒന്നും കൂടി പരിഷ്കരിക്കുക. അവര് വാർഡില് അസൈൻ ചെയ്ത വർക്കുകൾ ഒന്നും കൂടി പരിഷ്കരിക്കുക.
ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിലും പുതിയ ടീച്ചർ വരുമ്പോ അതില് ഒരു പുതിയ മെമ്പർ ഒരു ഓഫീസിലാണെങ്കിലും വരുമ്പോ എന്ത് ചെയ്യും, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഡ്യൂട്ടീസ് ഒന്നും കൂടി അവര് പരിഷ്കരിക്കൂലേ, അവരെയും കൂടി ഉൾപ്പെടുത്തി അവർക്കും കൂടി കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ വീതിച്ച് കൊടുത്ത് അല്ലെ, കുറച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്യും അവരെ വർക്കുകൾ. അതാണ് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിങ്ങാനിട്ട് അവരുടെ വർക്കുകളിലെ പരിഷ്കരണങ്ങൾ നടത്തുക. ക്ലിയർ ആയോ അത്? ക്ലിയർ ആയോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് എടുക്കാലോ, ചാപ്റ്റർ നമ്പർ 10. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. എന്താണ്? ഒരു രോഗിയെ കുറിച്ചുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് അല്ലെ. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ വാർഡില് കൃത്യമായ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്ന പേഷ്യന്റിന്റെ നെയിം, ഡീറ്റെയിൽസ്, അവർ ഇന്ന അസുഖം കൊണ്ടാണ് വന്നത്, അവർക്ക് ഇന്ന മരുന്നുകള്, ഏതൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ടെസ്റ്റുകള് ചെയ്തിട്ടുണ്ട്, ഒബ്സർവേഷനാ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനാ എന്തെങ്കിലും അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സുകൾ എല്ലാം കറക്റ്റ് ആയി കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും, റെക്കോർഡിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതാണ് ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. എന്താണ്? കൃത്യമായിട്ടുള്ള റെക്കോർഡ്. എന്താണ്? ഫുൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കൃത്യമായ റെക്കോർഡ് സൂക്ഷിക്കുക. ആരെ കുറിച്ചുള്ളത്? ആ രോഗിയെ കുറിച്ചുള്ളത്. അപ്പൊ ആ പേഷ്യന്റിന്റെ ആ റെക്കോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാല് എന്തറിയാൻ പറ്റും? ആ ഡോക്ടറിനോ അല്ലെങ്കിൽ നഴ്സുമാർക്കോ അവരെ ഫുൾ ഹിസ്റ്ററി, ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കറക്റ്റ് ആയോ അത്? ഹൈ മോറൽ എന്ന് പറഞ്ഞാല് മനോവീര്യം. മനോവീര്യം ഇപ്പൊ എന്താ, ചിലപ്പോ ഹോസ്പിറ്റൽ വാർഡിൽ അതല്ലെങ്കിൽ റൂമിൽ എവിടെ ആയിക്കോട്ടെ അഡ്മിറ്റ് ആക്കി പേഷ്യന്റ് നില എന്താണ്, സ്റ്റേജ് ചിലപ്പോ ക്രിട്ടിക്കൽ ആവാൻ ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എന്താ, സിസ്റ്റർമാർ ഏത് നേരം ജാഗരൂകരായിരിക്കും അല്ലെ. ഇവർക്ക് എന്താ വരുന്നത്, ഏത് സമയം എന്ത് നേരിടാനുള്ള എന്തുണ്ടാവും, ധൈര്യം ഉണ്ടാവും അവരുടെ മനസ്സിൽ. ചിലപ്പോ അപ്പൊ എന്താണ്, ചിലപ്പോ ഹാർട്ട് ബീറ്റ് കുറയാം, ചിലപ്പോ പൾസ് കൂടിപ്പോവാ, ചിലപ്പോ ശ്വാസം കിട്ടാതെ വരാം. അപ്പൊ എന്ത് ചെയ്യും, ആ നഴ്സുമാര് അപ്പൊ തന്നെ ആ സ്പോട്ടിലെ ഡോക്ടറെ വിളിച്ച് അവരെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എന്തായിരിക്കും, സദാസമയം എന്തായിരിക്കും, പ്ലാൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലെ. അതാണ് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫുകൾക്കും ഒരു മനോവീര്യം ഉണ്ടായിരിക്കണം. ക്ലിയർ ആയത്? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതില്? നെക്സ്റ്റ് എടുത്താലോ? ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. എന്തായിരിക്കും വാർഡ് ക്ലർക്കിന്റെ? ക്ലർക്കിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കും? ഫയൽസ് അല്ലെ. അപ്പൊ എന്താ നോക്കാം ഇതില്. കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. എന്താണ്? നിർബന്ധിതമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കല്. എന്തൊക്കെ റെക്കോർഡ്സ്? മെഡിക്കൽ ചാർട്ട്, റിപ്പോർട്ട്സുകള് ആൻഡ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് പറഞ്ഞാല് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത്. ഇതേപോലെ ഇൻവെസ്റ്റിഗേഷനാ ഒബ്സർവേഷനാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റിപ്പോർട്ടുകളെ പറയുന്നതാണ് കറസ്പോണ്ടൻസ്. എന്താണ്? നിർബന്ധിതമായ റെക്കോർഡുകൾ സൂക്ഷിക്കല്. മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സുകള്, സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സുകള്, അതൊക്കെ സൂക്ഷിക്കുക. കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? കസ്റ്റമറിന്റെ നീഡ്സ്, കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ്. എന്താണ്? ക്വാളിറ്റി നല്ല ഗുണനിലവാരമുള്ള സർവീസ്, സേവനങ്ങള് ആർക്ക് കൊടുക്കുക? പേഷ്യൻസിന് കൊടുക്കുക. ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പൂർണ്ണ തൃപ്തി ഉണ്ടോ ആയിട്ടുണ്ടോന്നോ, ഹോസ്പിറ്റലിലെ വാർഡിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൂർണ്ണ തൃപ്തി വന്നിട്ടുണ്ടോ എന്ന് എന്താണ് ഉറപ്പുവരുത്തുക, വിലയിരുത്തുക.
കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ്, കസ്റ്റമറിന്റെ നീഡ്സുകൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ്, എന്താണ് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗുണനിലവാരമുള്ള സർവീസസ്, സേവനങ്ങൾക്ക് അവർക്ക് ലഭ്യമാക്കുക. ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എന്താണ് കസ്റ്റമറുടെ തൃപ്തി, പൂർണ്ണ തൃപ്തി വന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്തുക. നെക്സ്റ്റ്, provide support to healthcare staff and ensure appropriate maintenance of patient care unit, എന്താണ് പേഷ്യന്റ് കെയർ സ്റ്റാഫ്, പേഷ്യന്റിന് എന്താണ് കെയർ കൊടുക്കുന്ന സ്റ്റാഫുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ പേഷ്യന്റ് കെയർ സ്റ്റാഫ് എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ കെയറിൽ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ടെമ്പറേച്ചർ നോക്കുക, BP നോക്കുക, അവർക്ക് മരുന്നുകൾ കൊടുക്കുക, അങ്ങനെയുള്ള പേഷ്യന്റിന്റെ ഹെൽത്ത് കെയർ സ്റ്റാഫിനോ എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്, പേഷ്യന്റ് കെയർ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്താണ് ഒരു സപ്പോർട്ട് അല്ലെ, ഒരു ഹെൽപ്പ് കൊടുക്കുക. അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്, എന്താണ് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ആരെയാണ്? പേഷ്യന്റിന്റെ ഇടയിലാണെങ്കിലും സ്റ്റാഫുകളുടെ ഇടയിലാണെങ്കിലും ഡോക്ടേഴ്സിന്റെ ഇടയിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്, എന്താണ് ഹോസ്പിറ്റൽ വാർഡിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ റോഡിലെ ട്രാഫിക് തന്നെ നമുക്കറിയാം അല്ലെ, തിരക്കുകൾ, വണ്ടികൾ പോകാനൊക്കെ ഉള്ള തിരക്കുകൾ അനുഭവപ്പെടുന്നതിനാണ് നമ്മൾ റോഡിലെ ട്രാഫിക് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ വാർഡിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹോസ്പിറ്റൽ വാർഡിലെ ട്രാഫിക് അല്ലെ, മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്തെങ്കിലും ഐഡിയ ഉണ്ടാ? മെസ്സേജ് ഒന്നുമില്ല, ആരുമില്ല? എന്താണ്? വിസിറ്റേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിലെ വാർഡിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഫ്ലോ, അതിനെ നിയന്ത്രിക്കുക. ചില സമയത്ത് അതന്നെ റഷ് ഓഫ് വിസിറ്റേഴ്സ്, ചില സമയത്ത് എന്ത് ചെയ്യും? അവർക്ക് വിസിറ്റിംഗ് ടൈം ഉണ്ടാവില്ല, ഏത് സമയത്താണ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ എന്താ, എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഹോസ്പിറ്റൽ വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭയങ്കര തിരക്ക് അനുഭവപ്പെടും. അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ ക്രമീകരിച്ച് നിയന്ത്രിച്ച് ആളുകളെ കയറ്റുക. Provide assistance to all nurses and ensure appropriate cleanliness of all units, എന്താണ് to all nurses-നെ അസിസ്റ്റ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. കൂടാതെ ensure appropriate cleanliness of all units, എന്താണ് വാർഡിലെ എല്ലാ യൂണിറ്റ്സുകളും, ടോയ്ലറ്റ് അല്ലെങ്കിൽ വാർഡിലെ നഴ്സുമാരെ ഇരിക്കുന്ന സ്ഥലം, അതല്ലെങ്കിൽ പേഷ്യൻസ് കിടക്കുന്ന സ്ഥലം, എല്ലായിടത്തും എന്താണ് വൃത്തിയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യിക്കുക. എന്താണ് ചിലപ്പോ ടോയ്ലറ്റ് ക്ലീൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതല്ലാണ്ട് നമ്മൾ പറഞ്ഞു കുറെ സംഭവങ്ങൾ പറഞ്ഞില്ലേ, മെയിൻ കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ വാർഡിലെ ഏരിയാസ് ഏതൊക്കെയാന്നല്ലേ? ക്ലിനിക്കൽ ഏരിയ ഉണ്ട്, ഓക്സിലറി ഏരിയ ഉണ്ട്, ആൻസിലറി ഏരിയ ഉണ്ട്, സാനിറ്ററി ഏരിയ ഉണ്ട് അല്ലെ? അങ്ങനെ 4 ഏരിയാസ് പഠിച്ചില്ലേ? അങ്ങനെയുള്ള എല്ലാ ഏരിയയിലും എന്തുണ്ട്? വൃത്തിയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്, എന്താണ് മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ്, എന്താണ് പേഷ്യൻസിന്റെ ഡാറ്റാബേസുകൾ, എന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആയിട്ട് പുതിയ കാര്യങ്ങളെങ്കിലും, പുതിയ ചെക്കപ്പുകളോ പുതിയ ടെസ്റ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സുകൾ ഡാറ്റാബേസിൽ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്, എന്താണ് നഴ്സിനെ അറിയിക്കാൻ കൂടി വേണം അല്ലെ ഇതിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ രോഗങ്ങളെ കുറിച്ചൊക്കെ എന്താണ് നഴ്സിനെ അറിയിക്കുകയും കൂടി ചെയ്യുക. കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എൻഷുർ പ്രോപ്പർ സർവീസ് ആൻഡ് സപ്ലൈസ് ഓഫ് യൂണിറ്റ്, എന്താണ് ഈ ഹോസ്പിറ്റലിലെ വാർഡല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുക. ആൻഡ് എൻഷുർ പ്രോപ്പർ സർവീസ് ആൻഡ് സപ്ലൈസ് ഓഫ് യൂണിറ്റ്സ്, എന്താണ് വാർഡിലേക്ക് അവരുടെ സർവീസുകൾ പ്രോപ്പർ ആണോ, നല്ല രീതിയിലാണോ എന്നും കൂടി ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യുക. എന്താണ് ഹോസ്പിറ്റലിലെ
മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോർഡിനേഷനും അവരുടെ പ്രവർത്തനങ്ങള് വാർഡിലേക്കുള്ള പ്രവർത്തനങ്ങള് പ്രോപ്പർ ആണോ, പ്രോപ്പർ സർവീസ് ആണോ എന്നും കൂടി ഉറപ്പുവരുത്തുക. പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് സ്റ്റാർട്ട്സ് വിത്ത് ആൻസിലറി റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട്സ് വിത്ത് ആൻസിലറി റിപ്പോർട്ട്സ്. എന്താണ്? പേഷ്യന്റിന്റെ റിപ്പോർട്ടുകള്, പേഷ്യന്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ റിപ്പോർട്ടുകളായിരിക്കും അല്ലെ, മരുന്നുകളെ കുറിച്ച്, അവരുടെ അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു ചാർട്ട് ആയിരിക്കും. അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അപ്ഡേറ്റഡ് ആണോ, അതല്ലെങ്കിൽ അവരെ മറ്റുള്ള ആൻസിലറി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായക റിപ്പോർട്ടുകളാണ്. അപ്പൊ എന്താണ്? രോഗനിർണയം നടത്തുന്നതിനായിരിക്കും അല്ലെ അവര് ടെസ്റ്റുകളും സ്കാനിങ്ങുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ട്സുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വേരിയസ് ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുക. എന്താണ്? ഒരു പേഷ്യൻസിന്റെ സഹായക റിപ്പോർട്ടുകള്, ഈ എന്താണ് സഹായക റിപ്പോർട്ടുകൾ? ഇപ്പൊ ലാബ് റിസൾട്ട്, ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും കൊടുക്കുന്നത്? ലാബ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ, ലാബിലെ ആളുകളായിരിക്കും ആ റിപ്പോർട്ട് കൊടുക്കുക. ഇപ്പൊ സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്കാനിങ് സെക്ഷനിൽ നിന്നായിരിക്കും അവർക്ക് റിപ്പോർട്ട് തരിക. അങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകള് ഈ പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ discharge summary reports for all patients and keeps records of all patients. എന്താണ്? ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുക്കൂല്ലേ, അത് കൊടുത്തിട്ടുണ്ടോ എന്നും കൂടി നോക്കാം. ആൻഡ് കീപ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ്. എന്താണ്? ആ പേഷ്യൻസിന്റെ റെക്കോർഡുകള് സൂക്ഷിക്കുകയും കൂടി ചെയ്യുക. ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, അതിനു ശേഷം അവിടെ നിന്ന് പോന്നു കഴിയുമ്പോൾ നമുക്ക് തരും. കണ്ടിട്ടുണ്ടോ ഡിസ്ചാർജ് സമ്മറി? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പൊ അമ്മനെ, അച്ഛനെ, അതല്ലെങ്കിൽ ആരെങ്കിലും അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഒരു ഡിസ്ചാർജ് സമ്മറി തരും, അത് കണ്ടിട്ടുണ്ടോ? പോലെ അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും എന്ത് അസുഖം കൊണ്ടാണ് അഡ്മിറ്റ് ആക്കിയത്, ഏതൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലറിയാൻ പറ്റും, അതില് ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഡിസ്ചാർജ് സമ്മറികൾ കൊടുക്കുക. അതുകൂടാതെ അവരുടെ റെക്കോർഡ്സ് സൂക്ഷിക്കുകയും കൂടി ചെയ്യുക. അപ്പൊ എന്താണ്? പിന്നെ വീണ്ടും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരെ, അതല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ കൊണ്ടുചെല്ലുമ്പോൾ ഡോക്ടേഴ്സിന് ആ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ. ആൻഡ് സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD ആഫ്റ്റർ ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. എന്താണ്? കൂടാതെ ഇത് സെൻഡ് ചെയ്യാൻ കൂടി ചെയ്യുന്ന ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവരുടെ ഈ ഡീറ്റെയിൽസ്, ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക കൂടി ചെയ്യുക. എന്താണ്? MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? അത് maintains discharge summary reports for all patients and keep records of all patients. എന്താണ്? ഡിസ്ചാർജ് സമ്മറി, എല്ലാ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യുക, സൂക്ഷിക്കുക. കൂടാതെ പേഷ്യന്റിന്റെ റെക്കോർഡുകളും സൂക്ഷിക്കുക. ആൻഡ് സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD ആഫ്റ്റർ ദ ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റിനെ ഡിസ്ചാർജ് ആക്കിയതിന് ശേഷം അവരുടെ ഈ ഡീറ്റെയിൽസ്, മെഡിക്കൽ സമ്മറി, ഡിസ്ചാർജ് സമ്മറിയും ഇവരുടെ റിപ്പോർട്ടുകളും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുക. ആരാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത്? വാർഡ് ക്ലർക്ക്. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് അറ്റൻഡൻസ്. എന്താണ്? മെഡിക്കൽ റെക്കോർഡുകള് സൂക്ഷിക്കുക. ഫിസിഷ്യൻസിന്റെ ആയാലും ഈ പേഷ്യന്റിനെ കുറിച്ച് ഫിസിഷ്യൻസ് തന്ന റിപ്പോർട്ടുകളായാലും മെഡിക്കൽ സ്റ്റാഫിന്റെ ആയാലും റെക്കോർഡ്സുകൾ, മെഡിക്കൽ റെക്കോർഡുകള് സൂക്ഷിക്കുക. ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഫോർ അറ്റൻഡൻസ്. എന്താണ്? ഈ സ്റ്റാഫുകളുടെ ഹോസ്പിറ്റലിലെ വാർഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് റെക്കോർഡ് സൂക്ഷിക്കുക.
Monitor all emergency calls and evacuate facilities when required. എന്താണ് മോണിറ്റർ എമർജൻസി കോളുകൾ, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കോളുകൾ വന്നാല് അതിന് ഉത്തരം നൽകുക. ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. എന്താണ് എന്തെങ്കിലും ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ വന്ന എമർജൻസി കോളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക സൗകര്യങ്ങളാ ഫെസിലിറ്റീസാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എക്യുപ്മെന്റ്സുകളാ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും കൂടി ചെയ്യുക. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്. എന്താണ് മെഡിക്കൽ റെക്കോർഡില് ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളില് ഡോക്ടേഴ്സിന്റെ വിസിറ്റില് ഡോക്ടേഴ്സ് വന്ന് ഈ രോഗിയെ ഒബ്സർവേഷൻ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മെഡിസിൻസ് ഇവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള പേഷ്യന്റ് ഡോക്ടേഴ്സിന്റെ വിസിറ്റ്. അതല്ല എന്തെങ്കിലും ECGയോ എക്കോ ടെസ്റ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ സൂക്ഷിക്കുക, പ്ലേസ് ചെയ്യുക. അവരുടെ മെഡിക്കൽ റെക്കോർഡിനൊപ്പം ഇതുകൂടി ഉൾപ്പെടുത്തുകയും കൂടി ചെയ്യുക. ക്ലിയർ ആയത്? Duties of ward clerk or secretary: compiling and recording medical charts, reports and correspondence. എന്താണ് നിർബന്ധിതമായ മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ട്സുകള്, കറസ്പോണ്ടൻസ്, അനുബന്ധിത റിപ്പോർട്ടുകളൊക്കെ സൂക്ഷിക്കുക. കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് കസ്റ്റമർ എന്ന് പറയുന്നത് ആരായിരിക്കും? വാർഡിലെ പേഷ്യൻസ് ആയിരിക്കും അല്ലെ. പേഷ്യൻസിന്റെ ആവശ്യങ്ങള് അവർക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സർവീസ് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഇവാലുവേഷൻ എന്താണ് കസ്റ്റമറുടെ പേഷ്യൻസിന്റെ പൂർണ്ണ തൃപ്തി വിലയിരുത്തുകയും കൂടി ചെയ്യുക. പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സ്. എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യന്റ് കെയർ യൂണിറ്റിനൊക്കെ ഒരു സപ്പോർട്ട്, ഒരു ഹെൽപ്പ് കൂടി ചെയ്യുക, അവർക്ക് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താണ് ഒരു പേഷ്യന്റിന്റെ ഇടയിലായാലും ഹോസ്പിറ്റൽ വാർഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിലായാലും എന്താണ് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ ബന്ധമുണ്ടായിരിക്കുക. കൂടാതെ ഹോസ്പിറ്റലിൽ വാർഡിലേക്ക് വരുന്ന തിരക്ക് ക്രമീകരിക്കുകയും കൂടി ചെയ്യുക. Provide assistance to all nurses and ensure appropriate cleanliness of all units. എന്താണ് നഴ്സസിന് ഒരു അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുക. കൂടാതെ അവിടുത്തെ ഹോസ്പിറ്റൽ വാർഡിലെ വൃത്തി ഉറപ്പാക്കുക. എല്ലാ ഏരിയയിലും എല്ലാ യൂണിറ്റ്സിലും എന്താണ് നല്ല വൃത്തിയുണ്ടോ, ഹൈജീൻ ആണോ എന്ന് ഉറപ്പാക്കുക. Maintain and update patients database on computer and notify nursing staff all diagnosis. എന്താണ് പേഷ്യൻസിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങള് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയെന്ന് നോക്കാം. കൂടാതെ എന്താണ് നഴ്സിന് ഈ പേഷ്യൻസിന്റെ അസുഖ വിവരങ്ങൾ അറിയിക്കുക. Coordinate with various departments and ensure proper services and supplies of unit. എന്താണ് ഈ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഈ വാർഡിലെ പ്രവർത്തനങ്ങളിൽ ഒരു കോർഡിനേഷൻ, ഒരു ഏകോപനം ഉണ്ടാക്കുക. എന്താണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് മറ്റുള്ള സർവീസുകളുമായിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രോപ്പർ സർവീസ് ലഭിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കുക. Prepare and update patients charts with ancillary reports and forms from various departments. ഹോസ്പിറ്റലിലെ മറ്റ് സ്കാനിങ്, ECG സെക്ഷൻ, റേഡിയേഷൻ സെക്ഷൻ, അങ്ങനെയുള്ള ലാബ്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എന്താണ് ആൻസിലറി റിപ്പോർട്ടുകൾ, സഹായം, ഈ രോഗിയുടെ അസുഖങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടോ എന്നും കൂടി നോക്കുക. അപ്ഡേറ്റ് ആയി കിട്ടിയിട്ടുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് ഫോർ ഓൾ പേഷ്യൻസ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ്. എന്താണ് ആൻഡ് സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD ആഫ്റ്റർ ദി ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. എന്താണ് രോഗിയുടെ ഡിസ്ചാർജ് സമ്മറി കൂടാതെ
റെക്കോർഡ്സുകൾ, മെഡിക്കൽ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുക. കൂടാതെ എന്താണ്, ഡിസ്ചാർജ് ആയതിനു ശേഷം ഈ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, റെക്കോർഡുകൾ MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കുക. അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്. എന്താണ് അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ്? എന്താണ്, ഫിസിഷ്യനും മെഡിക്കൽ സ്റ്റാഫിനൊക്കെ എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൊടുക്കുക. ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്, ഈ ഇങ്ങനെയുള്ള സ്റ്റാഫുകളുടെ, നഴ്സിംഗ് സ്റ്റാഫിന്റെ, ഡോക്ടേഴ്സിന്റെ, സ്പെഷ്യലിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെകളൊക്കെ അറ്റൻഡൻസ് റെക്കോർഡുകൾ സൂക്ഷിക്കുക. മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. എന്താണ്, എമർജൻസി കോൾസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. കൂടാതെ അവർക്ക് വേണ്ട എമർജൻസി ഫെസിലിറ്റീസ്, എന്തെങ്കിലും ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്സുകൾ, ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുക. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്. എന്താണ്, ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളില് എക്കോ ടെസ്റ്റിന്റെ റിസൾട്ട്, ECGയുടെ ടെസ്റ്റ്, ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ ഡീറ്റെയിൽസ് അതൊക്കെ സൂക്ഷിക്കുക, പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആയോ ഇത്? ഡ്യൂട്ടീസ്, വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, ഫ്ലോർ മാനേജർ അല്ലെ. ഇൻ വാർഡ്, ഓരോ വാർഡിലെ ഫ്ലോർ മാനേജ്മെന്റ് അല്ലെ. ഓരോ ഫ്ലോറിലും ആരാണ്, ഓരോ മാനേജർ ഉണ്ടാവും അല്ലെ. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ ഒരു വാർഡാണെങ്കിൽ ആ സെക്കൻഡ് ഫ്ലോറിലെ ഫ്ലോർ മാനേജർ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. എന്താണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് ഒരു പ്രൊഫഷണൽ, ഒരു നല്ല പ്രൊഫഷണൽ ആയിരിക്കും. who is specialized in helping people who are recovering from disease or disability. എന്താണ്, ഈ പേഷ്യന്റിന് വന്ന എന്തെങ്കിലും അസുഖങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസോ ഇഞ്ചുറീസോ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട്, റിക്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. He or she monitors the performance of patients' care services, compare it to government agency standard and makes adjustment if necessary. എന്താണ്, ഈ പേഷ്യന്റ് ഫ്ലോർമാൻ, ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും, ഈ പേഷ്യന്റ് കെയർ സർവീസുകൾ മോണിറ്റർ ചെയ്യും. എന്താണ്, പേഷ്യന്റ് കെയർ സർവീസ്, പേഷ്യന്റിന് കൊടുക്കുന്ന സർവീസുകൾ, അവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ എന്ത് ചെയ്യും, വിലയിരുത്തും, മോണിറ്റർ ചെയ്യും, നിരീക്ഷിക്കും. എന്ത് ചെയ്യും, പിന്നെ ഗവൺമെന്റ് ഏജൻസിന് മാനദണ്ഡമാക്കി എന്താണ് അവരുടെ പ്രവർത്തനങ്ങള്, നല്ല ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങള് ഗവൺമെന്റ് ഏജൻസിനെ ബന്ധപ്പെടുത്തി നല്ല രീതിയിലാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ വേണമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും പേഷ്യൻസ് കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡിലായിരിക്കും, അതല്ലെങ്കിൽ എന്ത് വേണം, ഈ പേഷ്യൻസിന്റെ കെയർ സർവീസുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിലായിരിക്കും ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവുകൾ ചെയ്തു കൊടുക്കുക. എന്തായിരിക്കും അവിടെ ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ എന്തായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, നല്ല ഒരു തൃപ്തിയായിരിക്കും ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവുകൾ ലക്ഷ്യം വെക്കുന്നത്, എയിം ചെയ്യുന്നത്. നെക്സ്റ്റ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന്, ജോബ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ആൻഡ് ഓർ ഫ്ലോർസ്. എന്താണ്, ഫ്ലോറിലായാലും വാർഡിലെ ആയാലും സ്റ്റാഫുകളുടെ ഡിസിപ്ലിനില് എന്താണ്, ഒരു ഏത്
ഇതാണെങ്കിൽ എന്താണ് ഡിസിപ്ലിൻ, നല്ല രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിലല്ലേ അവിടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോവുകയുള്ളൂ. ഇപ്പൊ ഓഫീസ് ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു സ്കൂൾ ആണെങ്കിലും എന്താണ് ഡിസിപ്ലിൻ ആയിരിക്കില്ലേ നല്ല രീതിയിൽ വേണ്ടത്. അപ്പൊ നോക്കാം ചെക്ക് എന്തൊക്കെയാണ് ഡിസിപ്ലിന്റെ കാര്യത്തിൽ സ്റ്റാഫുകളൊക്കെ അവര് വിലയിരുത്താൻ നോക്കാം. ചെക്ക് നോയ്സ് ലെവൽ, എന്താണ് ശബ്ദനില അല്ലെ, ശബ്ദനില പരിശോധിക്കുക. ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേട്ട് കഴിഞ്ഞാലേ നഴ്സുമാര് അതല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയില്ലേ ഭയങ്കര സൗണ്ട്, ഒന്നില്ലെങ്കിൽ ആളുകൾ കുറച്ചു പേര് പുറത്തേക്ക് പോവുക എന്നൊക്കെ വന്ന് പറയില്ലേ. അതേപോലെ ചെക്ക് നോയ്സ് ലെവൽ, ഓരോ ഫ്ലോറിലെ വാർഡുകളൊക്കെ ശബ്ദനില പരിശോധിക്കുക. എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, എന്താണ് വാർഡിൽ മതിയായ ഡോക്ടറുടെ സേവനമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്, എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും നഴ്സിംഗ് കോൾസ് വന്നാൽ ഏതെങ്കിലും പേഷ്യന്റിന്റെ ഇതിന് നഴ്സിംഗ് കോൾസ് വന്നാൽ അതിനെന്താണ് പെട്ടെന്ന് തന്നെ അബ്രപ്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അതിനുള്ള ഉത്തരം കൊടുക്കുക. അപ്പൊ എന്താണ് പെട്ടെന്ന് ഒരു രോഗിക്ക് ശ്വാസം കിട്ടാതെ വന്നാൽ അല്ലെ, ചില ഹോസ്പിറ്റലിൽ എന്തെങ്കിലും രോഗിക്ക് നേഴ്സിനെ വിളിക്കാനായിട്ട് ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ, ആ ബെല്ല് കേട്ട എമർജൻസി ബെല്ല് പോലെ ആ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആരും നേഴ്സ് വന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുക. അതേപോലെ നഴ്സിംഗ് കോൾസിന് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുക, റെസ്പോൺസ് കൊടുക്കുക. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്, എന്താണ് സ്റ്റാഫുകളുടെ ഈ വാർഡില് അതല്ലെങ്കിൽ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ എന്താണ് മോണിറ്റർ ചെയ്യുക, ശ്രദ്ധിക്കുക. നല്ല ബിഹേവിയർ ആണോ നല്ല ആറ്റിറ്റ്യൂഡ് ആണോ രോഗികളോട് കാണിക്കുന്നത്, അതെല്ലാം രോഗികളുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് ഫാമിലീസിന് നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണോ എന്ന് ഉറപ്പാക്കുക. ക്ലിയർ ആയോ? എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർസ്, എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസിപ്ലിൻസ് ആണ് വാർഡിലെയും ഫ്ലോറിലെയും കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത്. ചെക്ക് നോയ്സ് ലെവല്, എന്താണ് ശബ്ദനില പരിശോധിക്കുക, ഭയങ്കര സൗണ്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻഷുർസ് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർമാര് ലഭ്യത ഉറപ്പാക്കുക. അവിടെ പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാര് വാർഡിലോ ആ ഫ്ലോറിലോ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്, എന്താണ് പേഷ്യൻസിന്റെ നഴ്സിംഗ് കോൾസിന് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യുക, എന്താണ് അവർക്ക് വേണ്ട കെയർ അവർക്ക് വേണ്ട സർവീസ് എന്താണോന്നോ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്, എന്താണ് സ്റ്റാഫുകളുടെ ബിഹേവിയർ സ്വഭാവവും ആറ്റിറ്റ്യൂഡൊക്കെ മോണിറ്റർ ചെയ്യുക. സെക്കൻഡ്, പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ, എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസിന്റെ ഡ്യൂട്ടീസ് അത് ശ്രദ്ധിക്കുക. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫ്ലോർ മാനേജർ ഈ വാർഡ് എക്സിക്യൂട്ടീവ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് നോക്കേണ്ടത്? മേക്സ് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം, എന്താണ് ഹോസ്പിറ്റലിലേക്ക് ഈ വാർഡിലേക്ക് ഏതെങ്കിലും പുതിയ അഡ്മിഷൻസ് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. എൻഷുർ ദാറ്റ് ഡിസ്ചാർജ് ആർ കംപ്ലീറ്റഡ് ഓൺ ടൈം ഇൻ സിസ്റ്റം, എന്താണ് കറക്റ്റ് ടൈമില് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. റിസോഴ്സ് ഇഷ്യൂ റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്, എന്താണ് ബെഡ് മാനേജുമായി ഈ രോഗികൾക്ക് കൊടുക്കുന്ന ബെഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. എന്തൊക്കെയാണ്? make sure that new admission received in the system, ഹോസ്പിറ്റലിലെ സിസ്റ്റത്തില് റിസപ്ഷനില് അഡ്മിഷൻ ഡെസ്കില് പുതിയ അഡ്മിഷൻസ് ഈ വാർഡിൽ വന്നിട്ടുണ്ടോ എന്ന് ഈ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആ ഫ്ലോറിന് ഡിസ്ചാർജ് ആയ കാര്യങ്ങള് കറക്റ്റ് സമയത്തില് സിസ്റ്റത്തില് ഡിസ്ചാർജ് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ബെഡ് മാനേജ്മെന്റുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, എൻഷുർസ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം എന്താണ് സ്റ്റാഫുകളുടെ ഇടയിലുള്ള ഡ്യൂട്ടീസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താണ് പേഷ്യന്റ് കെയറിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്?
അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലംസ്. എന്താണ്? രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. രോഗികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി ഇൻക്വയറീസ്. എൻക്വയറീസ് എന്താണ്? പേഷ്യൻസിന് എന്തെങ്കിലും അന്വേഷണങ്ങൾ, എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള വിവരങ്ങൾ നൽകുക. നെക്സ്റ്റ്, ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. എന്താണ്? ആ രോഗിയുടെ വാർഡിൽ അല്ലെങ്കിൽ ആ ഫ്ലോറിൽ കിടത്തിയിരിക്കുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ വിസിറ്റ്, എക്കോ ടെസ്റ്റുകൾ, ECG, ലാബ് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. എന്താണ്? എൻഷുവേഴ്സ് പേഷ്യന്റ് കേസ്. പേഷ്യന്റ് കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? എൻക്വയറി ആണ് ഇതിൽ തെറ്റിയേക്കുന്നതാണ് കേട്ടോ. അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലംസ്. എന്താണ്? പേഷ്യന്റിന്റെ പ്രോബ്ലംസ്, പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ്. എന്താണ്? പേഷ്യൻസിന് എന്തെങ്കിലും എൻക്വയറീസ്, എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. എന്താണ്? പേഷ്യന്റിന്റെ മെഡിക്കൽ ഫയൽ കംപ്ലീറ്റ് ആണ്. എന്താണ്? അവരെ എല്ലാ റെക്കോർഡ്സ് വിവരങ്ങളും, എല്ലാ റിപ്പോർട്ടുകളും, എല്ലാ വിവരങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ്, കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. എന്താണ്? വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് ചെയ്യുക. Feedback to chairman, HOD in compliance with quality standards, medical records, audit and significant incidents. എന്താണ്? ഈ ചെയർമാന് അല്ലെങ്കിൽ ആ ഫ്ലോറിലെ അല്ലെങ്കിൽ ആ ഭാഗത്ത് അവിടുത്തെ HODക്ക്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് വിവരങ്ങൾ കൊടുക്കുക. എന്തിനെ കുറിച്ച്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. എന്താണ്? ആ വാർഡിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ക്വാളിറ്റീസ്. പിന്നെ മെഡിക്കൽ റെക്കോർഡുകൾ, അതല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ്? ഗുണനിലവാര മാനദണ്ഡങ്ങൾ, എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ഈ ചെയർമാനോ അല്ലെങ്കിൽ HODക്ക് വിവരം അറിയിക്കുക. നെക്സ്റ്റ്, സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് secretaries on the respective floor, ensures that ward secretaries are placing doctors beside procedures like beside echo, ECG, any. എന്താണ്? സൂപ്പർവൈസ്. എന്താണ്? ECG, എക്കോ, അതായത് ലാബ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഈ പേഷ്യൻസിന് അങ്ങനെയുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? വാർഡ് സെക്രട്ടറിമാര് ഡോക്ടർ എന്താണ്? ഡോക്ടർ അങ്ങനെയുള്ള എക്കോകളാ എന്തെങ്കിലും ടെസ്റ്റുകളാ ഡോക്ടർമാര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ സെക്രട്ടറിമാര് അത് ഇവരെ ഈ പേഷ്യൻസിന് അവിടെ കൊണ്ടുപോയി ആ ടെസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എന്താണ്? ഉറപ്പാക്കണം. Supervise the duties of ward secretary on the respective floors, ensure that ward secretaries are placing doctors beside procedures like beside echo, ECG, etc. or any. എന്താണ്? ഏതെങ്കിലും ഡോക്ടേഴ്സ് വന്നിട്ട് ഈ പേഷ്യൻസിന് എന്തെങ്കിലും എക്കോ ടെസ്റ്റുകളാ അതല്ലെങ്കിൽ ECG അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകളാ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയും കാണിട്ട് ഈ പേഷ്യന്റിന് അത് കൊടുത്തിട്ടുണ്ടോ ഇനി വാർഡ് സെക്രട്ടറിമാർ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ക്ലിയർ ആയോ? ഇത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ക്ലിയർ ആയോ? എന്താരൊന്നും മിണ്ടാത്തെ? മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഫിഫ്ത്ത്, ഫീഡ്ബാക്ക് ടു ചെയർമാൻ ഓർ HOD ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻസിഡന്റ്. എന്താണ്? ഫീഡ്ബാക്ക് കൊടുക്കുക അല്ലെ? ഈ ഹോസ്പിറ്റൽ വാർഡിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെ ക്വാളിറ്റി
സർവീസുകളെ കുറിച്ച്, അവിടുത്തെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റിനെ കുറിച്ച്, സിഗ്നിഫിക്കൻസ് ഇൻസിഡന്റ്, അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച്, എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഈ HODക്കോ അതല്ലെങ്കിൽ ഫീഡ്ബാക്ക് ചെയർമാനോ ഫീഡ്ബാക്ക് കൊടുക്കുക. അവർക്ക് അതിനുള്ള എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ വാർഡ് അതല്ലെങ്കിൽ ആ ഫ്ലോറിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവ് കൊടുക്കുക അവിടുത്തെ ഫ്ലോറിലെ മാനേജർ. ഇല്ലേ? അത് ചെയ്യാതിരിക്കോ? ഒരു എന്താണ്, ഒരു സ്കൂളില് ഒരു ക്ലാസ് ഒരു ടീച്ചർക്കാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും, അവിടുത്തെ HM ഒരു അറിവ് കൊടുക്കൂലേ, അവിടുത്തെ പിള്ളേർ എങ്ങനെയാണ് പഠിക്കാൻ, എങ്ങനെയുണ്ടെന്നൊക്കെ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കൂലേ? കൊടുക്കോ? എന്താണ് ആരും മിണ്ടാത്തെ? ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നെക്സ്റ്റിന്റെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഡൗട്ട്സ് ഒന്നുമില്ല. കുറെ പേര് ലെഫ്റ്റ് ആയില്ല. ക്ലാസ് തുടങ്ങി പകുതിയാക്ക് 70 പിള്ളേരുണ്ട്. ഇപ്പൊ 54 പിള്ളേർ, 69 പിള്ളേരുള്ള. ഒന്ന് വായിച്ചു നോക്കിയേ. ജോബ് ഡിസ്ക്രിപ്ഷനില് 3 സെക്ഷൻ, ഇതിങ്ങനെ സെക്ഷൻ കൊടുത്തില്ല. അതെന്താ? അതൊന്ന് പറഞ്ഞു. എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് ദി പെർഫോംസ് ഡ്യൂട്ടീസ്, എൻഷുർസ് പേഷ്യന്റ് കെയർ. അത് എന്താണ്? ഒന്നാമത്തെ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ്, രണ്ടാമത്തെ എന്താ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് എന്താണ് ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ഫസ്റ്റ് ആ റിസപ്ഷനിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ഡെസ്ക് അവിടെ ഉണ്ടാവില്ലേ, അവിടെ ആയിരിക്കും. ഈ വാർഡിലേക്ക് പുതിയ അഡ്മിഷൻ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ആദ്യം രേഖപ്പെടുത്ത അവിടുത്തെ സിസ്റ്റത്തിലല്ലേ, അത് ഉറപ്പാക്കുക. പിന്നെ ഈ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസ്ചാർജിങ് പ്രൊസീജിയേഴ്സ് കറക്റ്റ് ടൈമില് സിസ്റ്റത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. പിന്നെ എന്താണ്, ബെഡ് മാനേജ്മെന്റുമായി ചിലപ്പോ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ബെഡ് നമ്പർ ഒക്കെ കൊടുക്കൂലേ. അപ്പൊ എന്താണ്, ചിലപ്പോ ആ ബെഡില് വേറെ പേഷ്യൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ, ഒരു ബെഡ് 4ാമത്തെ ബെഡില് ഒരു പേഷ്യന്റ് ഓൾറെഡി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരൊരു പ്രോബ്ലംസ് വരൂലേ. അങ്ങനെയൊന്നും ഇല്ലാണ്ട് മാനേജ് ചെയ്യുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്? അതാണ് ആദ്യം സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ്, പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില, പിന്നെ പേഷ്യന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവര് നോക്കേണ്ടത്. നോക്കിയ ആദ്യം മുതൽ എന്തെങ്കിലും നോക്കിയ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോന്ന്? ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മ ഇപ്പൊ എടുത്തേക്കുന്നത് ഔട്ട് പേഷ്യന്റ് അല്ലേ എടുത്തേക്കുന്നേ, അല്ലേ? ആരെന്താ മിണ്ടാത്തെ? ഇനി നമുക്ക് ഇൻപേഷ്യന്റ് എടുക്കാം കേട്ടോ. ഈ ചാപ്റ്റർ ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി കഴിയും. അത് കഴിഞ്ഞിട്ട് ഇൻപേഷ്യന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. ഓക്കെ. ഡൗട്ട് ഒന്നും ഇല്ലായിരിക്കും അടുത്ത ഭാഗത്തില്? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ.
Okay, thank you.